അറസ്റ്റിലായ തമിഴ്നാട് വൈദ്യുതി മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. മന്ത്രിയെ കസ്റ്റഡിയിൽ വേണമെന്ന ഇ.ഡി. അപേക്ഷയും പരിഗണനയിലുണ്ട്. വിവരങ്ങളുമായി കെ.സി. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഇന്നിപ്പോൾ വൈദ്യുതി മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്ന ദിവസമാണ്. എന്താണ് ജാമ്യാപേക്ഷയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഫിജി, കഴിഞ്ഞ ദിവസം ഹേബിയസ് കോർപ്പസ് ഹർജി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സമർപ്പിച്ച ഹർജി ഉണ്ടായിരുന്നു. ആ ഹർജി പരിഗണിച്ചതിന് പിന്നാലെ ഈ ജാമ്യ ഹർജി പരിഗണിക്കാമെന്നാണ് ഇന്നലെ കോടതി പ്രധാനമായും പറഞ്ഞിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ ഭാര്യ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്നത്തേക്ക് ഈ ജാമ്യ ഹർജി പരിഗണിക്കാനായി മാറ്റിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു കാര്യത്തിലും കോടതി നിലപാടെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കാവേരി ആശുപത്രിയിലേക്ക് കഴിഞ്ഞ ദിവസം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട ഇ.ഡിയുടെ ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന രീതിയിൽ തന്നെയാണ് DMK ആരോപിക്കുന്നത്. പ്രധാനമായും ഒരു രാഷ്ട്രീയ നീക്കം എന്ന രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് DMK എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് ചേർത്ത് പറയേണ്ട കാര്യം, തമിഴ്നാട്ടിൽ വീണ്ടും ഗവർണർ സർക്കാർ പോര് വളരെ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ്. അതായത് ഈ സെന്തിൽ ബാലാജിയുടെ വകുപ്പുകൾ വീതം വെക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അദ്ദേഹം വകുപ്പില്ലാ മന്ത്രിയെ തുടരുമെന്ന് ഇന്നലെ DMK വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വകുപ്പുകൾ 2 മന്ത്രിമാർക്ക് കൈമാറ്റം ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു ശുപാർശ സ്റ്റാലിൻ ഗവർണർക്ക് കൈമാറുന്നത്. എന്നാൽ ഗവർണർ ഈ കൈമാറ്റം ചെയ്യാനുള്ള നീക്കത്തെ തടയുന്നു എന്നൊരു കാര്യം കൂടി അവിടെ നിന്ന് പുറത്തു വരുന്നു. പ്രധാനമായും അത്തരത്തിലൊരു നീക്കത്തിൽ ഗവർണർ അനുമതി നൽകുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് വലിയ രീതിയിൽ തന്നെ വലിയൊരു ഗവർണർ സർക്കാർ പോരിലേക്ക് തന്നെ നീങ്ങുന്നു എന്നാണ് പറയുന്നത്. സർക്കാർ ഇത്തരത്തിൽ ഈ വകുപ്പില്ല മന്ത്രിയാക്കാനുള്ള തീരുമാനം, അതായത് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ 2 മന്ത്രിമാർക്ക് വീതം വെക്കുവാനുള്ള നീക്കത്തെ ഗവർണർ R.S. രവി എതിർക്കുന്നൊരു സമീപനമാണ് അവിടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. അതിനെതിരെ DMK രംഗത്ത് വന്നിട്ടുണ്ട്. പ്രധാനമായും അനാരോഗ്യം മതിയായ കാരണമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അത്തരത്തിലൊരു നീക്കത്തിന് ഗവർണർ മുതിർന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഗവർണർ BJP ഏജന്റിനെ പോലെ പെരുമാറുന്നുവെന്ന വിമർശനവും ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടായതെന്ന് ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെ അദ്ദേഹത്തെ കാവേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അടിയന്തര ശസ്ത്രക്രിയ അടക്കം നടക്കുമെന്ന കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ എല്ലാം അത്തരത്തിലുള്ള റിപ്പോർട്ടും കൂടെ നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം തന്നെ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും വീണ്ടും ഒരു ഗവർണർ സർക്കാർ പോരിലേക്ക് കൂടി തമിഴ്നാട് വേദിയാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സെന്തിൽ ബാലാജിയുടെ വകുപ്പുകൾ വീതം മറ്റു മന്ത്രിമാർക്ക് നീക്കം ചെയ്യുന്നതിൽ അനാരോഗ്യം ഒരു കാരണമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ഈ നീക്കത്തെ എതിർക്കുന്നത്. ഇതിനെതിരെ ശക്തമായ എതിർപ്പുമായി തന്നെ DMK നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ഗവർണർ BJP ഏജന്റിനെ പോലെ പെരുമാറുന്നുവെന്നാണ് പറയുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗവർണർ സർക്കാർ പോര് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ഫിജി, ഉണ്ണി, എങ്ങനെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും മറ്റും പ്രതികരിക്കുന്നത്? രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള തീരുമാനമായിരുന്നു. എങ്ങനെയാണ് രാഷ്ട്രീയ വൃത്തങ്ങളുടെ, പ്രത്യേകിച്ച് DMKയുടെ പ്രതികരണം? ഫിജി, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ഗവർണർ ഇത്തരത്തിൽ നീക്കത്തിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ ദിവസം MK സ്റ്റാലിൻ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ഒരു വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഒരു സമൂഹ മാധ്യമത്തിലൂടെ ഒരു പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലൂടെയാണ് അദ്ദേഹം രൂക്ഷമായ ഒരു വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു. ഇഡിയുടെ ഈ രാഷ്ട്രീയമായി നേരിടാനുള്ള ഒരു നീക്കം, ഇഡി ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ നേരിടുന്ന ഒരു നീക്കം വലിയ രീതിയിൽ തന്നെ വലിയ എതിർപ്പ് DMK അതിനെതിരെ ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ വലിയൊരു വിമർശനവുമായി രംഗത്ത് വന്നത്. ഏജൻസികളെ ഉപയോഗിച്ച് വിരട്ടാനാണ് ശ്രമമെങ്കിൽ അതിന്റെ പ്രത്യാഘാതം നേരിടാൻ നിങ്ങൾക്ക് കഴിയില്ലെന്നും ഇത് ഭീഷണിയല്ലെന്നും മുന്നറിയിപ്പാണെന്ന ഒരു സന്ദേശമാണ് അദ്ദേഹം ആ വീഡിയോയിലൂടെ നൽകിയത്. ഞാൻ തിരിച്ചടിച്ചാൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലെന്ന കലൈഞ്ജർ കരുണാനിധിയുടെ ഒരു സന്ദേശം കൂടി അതുമായി ബന്ധപ്പെട്ട് സ്റ്റാലിൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത്തരത്തിലൊരു വീഡിയോ സന്ദേശം വലിയ രീതിയിൽ തന്നെ നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ വൈറലാവുകയും ചെയ്ത ഏറ്റവും ശ്രദ്ധേയമായ ഒരു വീഡിയോ കൂടിയായിരുന്നു അത്. അത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ ബാലാജി ഇഡി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയത് പിന്നാലെയാണ് ഇത്തരത്തിൽ ഗവർണർ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടായതെന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ വകുപ്പുകൾ മറ്റു മന്ത്രിമാർക്ക് വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല എന്നതാണ് പ്രധാനമായും പറയേണ്ടത്. കൂടാതെ അത് അനാരോഗ്യം എന്നത് ഒരു കാരണമല്ല എന്ന് ചൂണ്ടിക്കാണും. അതായത് വകുപ്പ് വീതം വെക്കാനായിട്ട് മറ്റു മന്ത്രിമാർക്ക് കൊടുക്കാനായിട്ട് അനാരോഗ്യം ഒരു കാരണമല്ല എന്നൊരു കാര്യമാണ് പ്രധാനമായും ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ തടസ്സം പറയുന്നതിൽ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇതിനെതിരെ സർക്കാർ, അതായത് സ്റ്റാലിൻ വലിയ രീതിയിൽ തന്നെ നിയമ നടപടികൾ എല്ലാമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത കൂടി ഒരു വശത്ത് കാണുന്നുണ്ട്. എന്തായാലും ഇന്ന് സെന്തിൽ ബാലാജിയുടെ ജാമ്യ ഹർജി
പരിഗണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യ സ്ഥിതികളടക്കം പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ആ ഹർജിയിൽ വിധി പറയുകയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ജഡ്ജി നേരിട്ട് വീഡിയോ കോൺഫറൻസിലൂടെ അദ്ദേഹത്തെ കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിൽ ആ വീഡിയോ കോൺഫറൻസിലൂടെ വിചാരണ നടത്തി ആണ് ഈ ജാമ്യ ഹർജിയിലേക്കുള്ള ജാമ്യം പരിഗണിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ജാമ്യ ഹർജി പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ഈ ഹേബി കോർപ്പസിന് പിന്നാലെ ഹേബി കോർപ്പസ് ഹർജി പരിഗണിക്കുന്നതുകൊണ്ടാണ് അത് പരിഗണിച്ചതിന് ശേഷം ഈ ജാമ്യ ഹർജി സെന്തിൽ ബാലാജിയുടെ ജാമ്യ ഹർജി പരിഗണിക്കാമെന്ന് കോടതി നിലപാടെടുക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കുക. അതോടൊപ്പം തന്നെ ഈ സർക്കാർ ഗവർണർ പോര് തമിഴ്നാട്ടിൽ വീണ്ടും രൂക്ഷമാക്കുകയാണ്. പ്രധാനമായും ഈ വകുപ്പുകൾ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഗവർണർ തടസ്സവുമായി നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ സംസ്ഥാന സർക്കാർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വീണ്ടും തമിഴ്നാട്ടിൽ ഗവർണർ സർക്കാർ പോര് രൂക്ഷമാവുകയാണ് ഫിജി. ശരി ഉണ്ണികൃഷ്ണൻ.